ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് എന്താ വെച്ചാൽ ഓണത്തിനെ പറ്റി. ഓണം എല്ലാവർക്കും അറിയാം, ഒരു നമ്മുടെ കേരള ഫെസ്റ്റിവൽ ആണ്. അപ്പം ഓണത്തിന് നമ്മൾ എന്താ ചെയ്യാ, നമ്മള് ഫ്ലവർ കാർപ്പറ്റ്, പൂക്കളം ഇടും, പിന്നെ എന്താ പറയാ, നമ്മള് സദ്യ വെക്കൂ, പിന്നെ കസിൻസ്, ഫ്രണ്ട്സ്, റിലേറ്റീവ്സിന്റെ വീട്ടിൽ നമ്മൾ പോവും. അങ്ങനെ പിന്നെ ഞാൻ മുസ്ലിമാണ്. അപ്പോ ഞാന് പൊട്ട് വെക്കുന്നത് നിങ്ങളാണെന്ന് വിചാരിക്കണ്ട. അത് എനിക്കൊരു ഫാഷന്റെ രീതിയിൽ മാത്രമേ വെക്കുന്നുള്ളൂ. പിന്നെ എന്റെ ഹസ്ബൻഡ് പറഞ്ഞത് മുസ്ലിം അല്ല, നോൺ മുസ്ലിമാണ്, ക്രിസ്ത്യനാണ്. അപ്പം പിന്നെ അത് ആക്ച്വലി അതുകൊണ്ടൊന്നല്ല, എനിക്ക് ഒരു പൂതി വെക്കാന്, സോ അങ്ങനെ വെച്ചു തന്നു. അപ്പോ നമ്മള് എന്താ പറയാ, ഇപ്പൊ നോൺ മുസ്ലിംസ് ആയിക്കോട്ടെ മുസ്ലിംസ് ആയിക്കോട്ടെ നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യും. ഇപ്പൊ എന്റെ കേസ് എടുത്ത് നോക്കിയാല് എന്റെ വീട്ടിൽ നിൽക്കുന്ന സമയമോ എന്റെ മമ്മന്റെ സിസ്റ്റേഴ്സ് ഒക്കെ അബ്രോഡാ. അപ്പൊ അവരൊക്കെ നാട്ടിൽ വന്നാൽ നമ്മൾ ഗ്രാൻഡ് ആയിട്ട് ഓണത്തിന് നമ്മൾ എന്ത് ചെയ്യും, സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അതായത് മമ്മന്റെ സിസ്റ്ററിന്റെ വീട് ചാലക്ക് വില്ലയായിരുന്നു. അപ്പൊ അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അപ്പൊ അവിടെ നമ്മൾ അങ്ങോട്ടേക്ക് ചെന്നിട്ട് എല്ലാരും കുട്ടി, ചെറിയ പിള്ളേർ തൊട്ടിട്ട് വലിയ ആൾക്കാർ വരെ, ചെറിയ പിള്ളേർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സ്കേർട്ടും ടോപ്പും. ഞാനെല്ലാം ആ സമയത്ത് കുറച്ച് ചെറുതായിരുന്നു, നന്ന ചെറുതല്ല, കുറച്ച് ചെറുത്. അപ്പോ ഞാന് എന്റെ അടിയിലെ കസിൻസ് ഇവരെല്ലാം സ്കേർട്ടും ടോപ്പും ഇട്ടിട്ട് നമ്മള് പോവാ. പിന്നെ എന്റെ മമ്മന്റെ സിസ്റ്റേഴ്സ് ഒക്കെ സാരി. പിന്നെ ആണുങ്ങന്മാരുണ്ടാവുമല്ലോ, മമ്മന്റെ ബ്രദർ, മമ്മന്റെ ബ്രദർ, പിന്നെ എന്റെ പപ്പ, മമ്മന്റെ ഹസ്ബൻഡ്, പിന്നെ വേറെ കുറെ ആണുങ്ങന്മാരെല്ലാം എന്ത് ചെയ്യും, ഒരു കുർത്തി വിത്ത് മുണ്ടെടുക്കും, അല്ലെങ്കിൽ ഷർട്ട് വിത്ത് മുണ്ട്. അങ്ങനെ നമ്മളൊരു കോസ്റ്റ്യൂംസ് ആക്കിയിട്ട് ഡ്രസ് കോഡാ അല്ലെങ്കിൽ കോസ്റ്റ്യൂം ആക്കി നമ്മൾ പോയി കഴിഞ്ഞാല് എന്താ പറയാ, നല്ല രീതിയിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. അതായത് കുറെ ഗെയിംസ് ഉണ്ടാവും. പിന്നെ നമ്മൾ സദ്യ വെക്കും വലിയ രീതിയിൽ, നല്ല ഗ്രാൻഡ് ആയിട്ട്. നമ്മള് റൂഫ് എന്നാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. വില്ലേത്തെ റൂഫ് ഉണ്ട്. അപ്പൊ അവിടെ ചെന്നിട്ട് നമ്മൾ വലിയ മാറ്റ് വിരിക്കും. വലിയ മാറ്റ് വിരിച്ച് അവിടെ ഓണസദ്യ വിളമ്പി പായസോ അത് ഇതെല്ലാം ആക്കിയിട്ട് നമ്മൾ തിന്നും. നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് കുക്ക് ചെയ്യും. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കലൊന്നുമില്ല. നമ്മൾ തന്നെ കുക്ക് ചെയ്യും, അവിടെ കൊണ്ടുപോകും, ഉണ്ടാക്കും, തിന്നും. അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോ നമ്മൾ കുറെ മുന്നേ, അതായത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, വെൻ ഐ വാസ് സ്റ്റഡിങ് ഇൻ 10th സ്റ്റാൻഡേർഡ് ആണെന്ന് തോന്നുന്നു. ആ സമയത്ത് നമ്മള് എന്താ പറയാ, 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞൊന്നും എനിക്ക് അറിയില്ല, 10th അതോ 9th എനിക്ക് ശരിക്കും ഓർമ്മയില്ല. കൊറോണ എല്ലാം വന്ന ശേഷം തോന്നുന്നു, കൊറോണ ആ ഒരു സമയം എനിക്ക് ശരിക്കും ഓർമ്മയില്ല. ആ സമയവും എന്റെ മമ്മ, അതായത് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. വെറുതെ നമ്മളൊരു പോസ്റ്റ് ഇട്ടതാണ്. ഓണത്തിന് നമ്മളിങ്ങനെ സദ്യ കൊടുക്കുന്നുണ്ട്, എല്ലാ ഐറ്റംസും അതിൽ ഇൻക്ലൂഡഡ് ആണ്, പായസവും എല്ലാം ഉണ്ട്. അത് പിന്നെ പപ്പേഡ് എല്ലാം ഉണ്ടാവും. അതിന് സ്റ്റാർട്ടിംഗ് റേറ്റ് 2 സംതിങ് നമ്മൾ സെല് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര പൈസ കൊടുക്കേണ്ടി വരും, 500 മേലെ കൊടുക്കേണ്ടി വരും. അപ്പോ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ആക്കുന്നുണ്ട്. പിന്നെ എന്താ പറയാ, പിന്നെ നമ്മളത്ര പൈസക്കാണ്, അഫോർഡബിൾ പൈസക്ക് നമ്മൾ സെല് ചെയ്ത്. അപ്പൊ നമുക്ക് പിന്നെ നമ്മൾ വെറുതെ ഒന്ന് പോസ്റ്റ് ഇട്ട് നോക്കിയതാ, ആരെങ്കിലും ഒന്നെങ്കിലും വാങ്ങിക്കും വിചാരിച്ചിട്ട്. അപ്പൊ പിന്നെ മമ്മന്റെ ഫുഡ് ഞാൻ പറയാം, എല്ലാ ഫുഡും നല്ല ടേസ്റ്റ് ആണ്. മമ്മന്റെ എന്തും ആയിക്കോട്ടെ, സദ്യ ആയിക്കോട്ടെ, വെജ് ആയിക്കോട്ടെ, നോൺ വെജ് ആയിക്കോട്ടെ, എല്ലാം ഈ അമ്മാണ്. അപ്പം പിന്നെ മമ്മ അതിനായിട്ട് എഫേർട്ട് എടുക്കും. അപ്പം പിന്നെ ഒരു പ്രാവശ്യം നമ്മള് പോസ്റ്റ് വെറുതെ ഇട്ടപ്പോ കുറേ ഓർഡർ ഒന്നിച്ച് കിട്ടി. അപ്പൊ നമ്മളിങ്ങനെ പിന്നെ എല്ലാ സാധനവും ചാക്കണക്കിന് വെജിറ്റബിൾസ്, കാരണം വെജിറ്റബിൾസ് ആണ് അതിന് ഹൈലൈറ്റ്. ഇപ്പൊ സാമ്പാർ എന്ന് പറയുമ്പോ, ഇപ്പൊ ഞാൻ തന്നെ സാമ്പാർ ഉണ്ടാക്കുമ്പോ എന്റെ ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഹസ്ബൻഡ് എന്നോട് പറയും, ഹസ്ബൻഡ് അമ്മ ഉണ്ടാക്കുന്നേക്കാൾ ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കുന്നത്. കാരണം ഞാൻ പറഞ്ഞ എനിക്ക് വെജിറ്റബിൾസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ എല്ലാ വെജിറ്റബിൾസും കുറേ ഇടും. അപ്പോ പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം സാമ്പാർ വന്നത്. മെയിൻ ഹൈലൈറ്റ് സാമ്പാർ, പിന്നെ പുളിശ്ശേരി. അപ്പം പിന്നെ ഇങ്ങനെ മമ്മ കുറേ സാധനം ഉണ്ടാക്കും. പിന്നെ നമ്മൾ രാവിലെ എണീച്ചിട്ട് എന്റെ വീട് എന്ന് പറഞ്ഞാൽ ജോയിന്റ് ഫാമിലിയാണ്. മമ്മന്റെ 2 സിസ്റ്റേഴ്സ്, അവരുടെ ഫാമിലി നിൽക്കുന്ന ഒരു വലിയൊരു ജോയിന്റ് ഫാമിലിയാണ്. അപ്പൊ നമ്മൾ അവിടുന്ന് രാവിലെ എണീച്ച് ഞാൻ എന്റെ കസിൻസ് ഒക്കെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യും. അതായത് വെജിറ്റബിൾസ് പീൽ ചെയ്യാനും കട്ട് ചെയ്യാനും, ക്യാരറ്റ്, പൊട്ടാറ്റോ അതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ടല്ലോ, കട്ട് ചെയ്യണം, പീൽ ചെയ്യണം, അങ്ങനത്തെ കാര്യമൊക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര ബിസിയായി. പിന്നെ എന്താ പറയാ, പിന്നെ നമ്മള് സെല്ലാം കൊടുത്ത് എല്ലാരും എല്ലാം ലൈക്ക് ഓണസദ്യ എല്ലാവരും വാങ്ങിച്ച് നല്ല കമന്റ്സ് പറഞ്ഞ്, നല്ല എന്താ പറയാ, നല്ല കമന്റ്സും നമുക്കൊരു വലിയൊരു എമൗണ്ട് തന്നെ ആയിട്ടുണ്ടായിരുന്നു. നമ്മളെ എന്താ പറയാ, നമ്മളത്ര എഫേർട്ട് എടുത്തിട്ടാണ് നമുക്ക് ഇത്ര ഒരു എമൗണ്ട് ആക്കാൻ പറ്റിയത്. എത്രയോ നല്ല എമൗണ്ട് ആയിന്. ഇവിടെ എനിക്ക് പറയുന്നില്ല, പക്ഷെ എത്രയോ നല്ല എമൗണ്ട് ആയിരുന്നു. അപ്പം എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ടാണ്. അപ്പൊ നമ്മള് കുറെ എഫേർട്ട് എടുത്ത് അതാക്കി ഇതാക്കി എല്ലാ സാധനവും ഇൻക്ലൂഡഡാ. പായസത്തിന് പായസം, 2-3 മോഡൽ പായസം.
പ്രഥമന് പാലട, പിന്നെന്താ പാൽ പായസോ, ഇതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള വലിയൊരു സദ്യ നമ്മൾ കൊടുക്കുന്നുണ്ടായ. പിന്നെ എല്ലാ സാധനവും ഇൻക്ലൂഡ് ചെയ്യും. സാമ്പാർ പിന്നെ എന്തായാലും ഉണ്ടാവുമല്ലോ സദ്യയില്. പിന്നെ പുളിശ്ശേരി, അവിയല്, തോരന്, അതിലും മോഡലുണ്ടായി. നമ്മള് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓണം സെലിബ്രേറ്റ് ചെയ്യല്. അപ്പം എന്താ പറയാ, നല്ല രസമായിരുന്നു ഓണം സെലിബ്രേറ്റ് ചെയ്യാന്. കസിൻസ് ഒക്കെ ഉണ്ടായാൽ അത്രയും നല്ലത്. കാരണം ഇപ്പൊ ഞാൻ ഇവിടെ വന്ന ശേഷം ഞാൻ ഹസ്ബൻഡിന്റെ കൂടെ ഫസ്റ്റ് ഓണം സെലിബ്രേറ്റ് ചെയ്തത്. നമ്മള് അവിടെ പോയിട്ടൊന്നുമില്ല. നമ്മള് ജസ്റ്റ് പയ്യാമ്പല ആ സൈഡ് പോയി. നമ്മള് എന്നോട് ചോദിച്ചു വേണോ, പിന്നെ ഞാൻ പറഞ്ഞ വേണ്ട, പിന്നെ ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ അമ്മയെല്ലാം ഏച്ചിന്റെ വീട്ടിൽ പോയപ്പം പിന്നെ നമുക്ക് ഒന്നും ഉണ്ടാക്കാൻ തോന്നില്ല. പിന്നെ നമ്മള് എന്താ പറഞ്ഞ, ഞാൻ പറഞ്ഞ വേണ്ട കുഴപ്പമില്ല, അതൊന്നും വേണ്ട, സദ്യ വേണം നിർബന്ധമൊന്നുമില്ല എന്നിട്ട് നമ്മൾ അങ്ങനെ വിട്ട്. അപ്പോ നല്ലൊരു എന്താ പറയാ, നല്ലൊരു രസമായിരുന്നു ഓണം എന്ന് പറയുന്നത്. കാരണം എന്റെ വീട്ടിൽ നിൽക്കുന്ന വൈബ് വേറെ, ഇവിടുത്തെ ഓണം വേറെ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഓണം നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. താങ്ക് യു.